നമസ്കാരം. അങ്ങനെ പറഞ്ഞ് അൻവറും പാർട്ടിയും രണ്ടു വഴിക്കായി. പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി എന്ന വിമർശനവുമായാണ് അൻവർ പടിക്ക് പുറത്തു പോയത്. പി ശശി കാട്ടുകള്ളനും എം.ആർ. അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനലുമാണ് എന്നും അൻവർ പറഞ്ഞു വെച്ചു. എന്നാൽ അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയാണ് എന്നും പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുമായിരുന്നു പുറത്താക്കലിന് എം.വി. ഗോവിന്ദന്റെ വിശദീകരണം. അൻവറിനെതിരെ മുദ്രാവാക്യം മുഴക്കി തെരുവിൽ ഇറങ്ങിയ സഖാക്കൾക്ക് അല്ലാതെ ഇതെല്ലാം പൂർണ്ണമായും അങ്ങ് ദഹിച്ചിട്ടുണ്ടാകുമോ? പിണറായിസം വാഴ്ത്തിപ്പാടിയപ്പോൾ പിണറായിയെ വിമർശിക്കുന്നതുവരെ അൻവർ സഖാവല്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ലേ? കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ സഖാവായിരുന്നപ്പോൾ അൻവർ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിരിക്കില്ലേ പറഞ്ഞതത്രയും? ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനാണ് അൻവർ എന്ന് വിചാരിക്കാനാവില്ല എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം അതേ അൻവർ പഴിചാരുന്ന എ ഡി ജി പിയെ മാറ്റിയേ മതിയാകൂ എന്ന് ശഠിക്കുന്നുമുണ്ട്. കടക്ക് പുറത്ത് പറഞ്ഞ് അൻവറെ ഒഴിപ്പിച്ചുവെങ്കിലും അണികളടക്കം പറയുന്നത് അൻവർ പറഞ്ഞത് മുഴുവൻ പതിരല്ല എന്നാണ്. അൻവറിന്റെ അടുത്ത നീക്കം എന്ത്? പുതിയ പാർട്ടി രൂപീകരണ നീക്കത്തിന് ജനപിന്തുണ ലഭിക്കുമോ? പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, ശ്രീ എൻ ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ബലദേവ് CPIM സഹയാത്രികൻ, ശ്രീ പാലോട് സന്തോഷ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ബലദേവ്, പോര് തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം അൻവർ പോരാളിയല്ല കോമാളിയാണ് എന്നാണ്. സ്വാഭാവികമായും ഇങ്ങനെയൊരു കോമാളിയാണ് ഇത്രയും നാളും ചുമന്നുകൊണ്ട് നടന്നത് എന്ന ചോദ്യവും അവിടെ ഉയർന്നു വരില്ലേ അഡ്വക്കേറ്റ് ബലദേവ്? പുലർകാലത്ത് അമ്പലക്കുളത്തിൽ കുളിച്ചൊരു കസവ് വസ്ത്രവും ധരിച്ച് നെറ്റിയിൽ കളപ്പക്കൂട്ടും സീമന്തരകയിൽ സിന്ദൂരം ഒക്കെ ഇട്ടുകൊണ്ട് അവസാരിക ഒരു സ്ത്രീ നാൽക്കവലയിൽ വന്നതുകൊണ്ട് ചാരിത്ര പ്രസംഗം നടന്ന പോലെയാണ് PV അൻവർ എന്ന് പറയുന്ന ഭസ്മാസുരന്റെ പ്രസംഗം. അവതാരകൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതിനെ ഇടതുപക്ഷം ചുമക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും CPI മാത്രമല്ല, ഘടകകക്ഷികളും CPM തന്നെ കുറച്ചുപേരും പറഞ്ഞിട്ടുണ്ട് ഇതിനെ ചുമക്കാൻ പാടില്ല, ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുള്ളതാണ്. പല അഴിമതികളും CPM ജില്ലാ കമ്മിറ്റി തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെതായിട്ട് കാണിച്ചിട്ടുണ്ട്. തടയാൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില് ഇദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാടായിട്ട് വസ്തു സമ്പാദിച്ചത്, ഇങ്ങനെയുള്ള നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പാർട്ടിയുടെ മുന്നണി അല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നണിയായിട്ട് ഒന്നു ജയിച്ച ഒരു MLA ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് പോലെ കഴിച്ചിട്ടടക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്, ആരെയാണ് അദ്ദേഹം ഉന്നം വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഒരു പ്രധാനമായിട്ടൊരു ടാർഗറ്റ് ഉണ്ട്. ഇത് തുടങ്ങി വെച്ചോടം തന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പാർട്ടി അന്വേഷിക്കാനോ ഗവൺമെന്റ് അന്വേഷിക്കാനോ തീരുമാനിച്ചു. ADGP മാറ്റിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതെല്ലാമായി. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടും വീണ്ടും പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ മുന്നണിക്കെതിരെ ഒരു പോർമുഖമായിട്ട് വന്നതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. അതിലുപരിയായിട്ട് ഇത് ആദ്യം മുതലുള്ള ചർച്ചകളിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് ലോബിയുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ വലിയ ബന്ധമുണ്ട്. അതിനൊരു തെളിവ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ സ്വർണം കൊണ്ടുവന്നു രണ്ടുപേരെ കൊണ്ടുവന്ന് ഇദ്ദേഹം ചാനലിൽ ഇരുത്തില്ല, നിങ്ങൾ എല്ലാവരും അത് വിട്ടു, എല്ലാ ചാനലും എടുത്തു. ആരാ അവർ രണ്ടുപേര് ദുബായിൽ നിന്ന് മാസം തോറും സ്വർണം കടത്തുന്ന അങ്ങേയറ്റത്തെ കള്ളക്കടത്തുകാരാണ്. ആ കള്ളക്കടത്തുകാരെ രണ്ടുപേരെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആര് വിശ്വസിക്കും? സാമാന്യ ഒരു സമൂഹം അത് വിശ്വസിക്കുന്നതാണോ? എന്താണ് ഇദ്ദേഹത്തിന് ഈ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം? ഞാനോ അഭിലാഷോ ചെന്നാൽ ഈ കള്ളക്കടത്തായിരുന്നു വല്ലതും പറയും. ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാറോ നീലാണ്ടനോ ആരെങ്കിലും ചെന്നാൽ ഈ കള്ളക്കടത്തുകാർ ഒരു അക്ഷരം മിണ്ടില്ല. അവർക്ക് അതിന്റെ ദോഷം അറിയാം. അപ്പോൾ ഇത് കള്ളക്കടത്തുകാർ തമ്മിലുള്ള ഒരു സംഘർഷം, അതിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നിന്നില്ല. അതാണ് പ്രശ്നം. ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കാനോ PV അൻവറിന്റെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനോ ഗവൺമെന്റോ പോലീസോ നിന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ശരി, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ താങ്കൾ ഇത് പ്രശ്നമായി പറയുമ്പോൾ താങ്കൾ
തുടങ്ങിയതിനോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്, താങ്കളുടെ ആ ഉദാഹരണത്തോട്. കാരണം അത് ഒരു കാലഘട്ടത്തിന് നിരക്കുന്ന ഉദാഹരണമാണോ എന്നുള്ളതാണ്. താങ്കളെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും ചേരാത്ത ഉപമയായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ വിഷയമല്ല എങ്കിൽ പോലും താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെയുള്ള പുഴുക്കുത്തുകൾ നേരിടുന്ന ഒരാളാണ് PV അൻവറെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ നടപടിയെടുക്കാൻ പറ്റാതിരുന്ന എന്ത് ഗതികേടാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നതാണല്ലോ പ്രസക്തം. നടപടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും എല്ലാം പറഞ്ഞല്ലോ. എന്താ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ മുന്നണിയോ പാർട്ടിയായിട്ടോ യാതൊരു വിധമായ ബന്ധവുമില്ല. മുന്നണിയുടെ ഒരു MLA മാത്രമാണ്. അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല, കാരണം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അല്ല, പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വെച്ചത്? ഇത് പറയാമല്ലോ, അത്രേ പറയാൻ പറ്റൂ. അൻവറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും അൻവറിനെ MLA സ്ഥാനത്ത് മാറ്റാൻ അധികാരമില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം പാർട്ടിക്കാരനല്ല. ഇടതുപക്ഷ മുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിയിലെ അംഗവുമല്ല, ഒരു മെമ്പർഷിപ്പും ഇല്ല. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് MLA ആണ്. ആ ഇൻഡിപെൻഡന്റ് MLA എന്നുള്ള നിലയിൽ മുന്നണിക്കോ ഗവൺമെന്റിനോ യാതൊരു വിധമായ നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. തീർച്ചയായും അതിലൊന്നും ആർക്കും വിയോജിപ്പുണ്ടാകില്ല അഡ്വക്കേറ്റ് ബലദേവ്. പക്ഷേ ഇന്നലെയാണ് MV ഗോവിന്ദനെ പോലെ ഒരാൾക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്. അത് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ പാർട്ടിയുടെ ഒരു സമീപനം അതാണോ? ഇതിനു മുമ്പ് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയോട് ഇടഞ്ഞ് നേതാക്കൾ പോകുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ സഹയാത്രികരൊക്കെ പടിയിറങ്ങുന്നത്. എത്രയോ പ്രമുഖർ അങ്ങനെ പടിയിറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. അല്ല, നമുക്ക് എന്തെങ്കിലും മാരകമായ ഒരു അസുഖം വരുമ്പോൾ ആദ്യം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയുകയല്ലോ. ആദ്യം നമ്മൾ അതിനൊന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ തോന്നും. അതാണ്, അത് തന്നെയാണ് അഡ്വക്കേറ്റ് ബലദേവ്, ഇങ്ങനെയൊരു അസുഖത്തെ എന്തിനു ചുമന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളത് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കും. പാർട്ടി ആദ്യം വാണിംഗ് കൊടുത്തല്ലോ, ഇനി നിങ്ങൾ പരസ്യമായി പ്രസ്താവനകൾ പറയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിക്ക് എഴുതി തരണം എന്ന്. അതിനുശേഷവും അദ്ദേഹം വീണ്ടും പ്രസ്താവനയായിട്ട് വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കാനായിട്ട്. നടപടി എന്തുവാ? മുന്നണിയുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു നടപടിയും PV അൻവറിനെതിരെ എടുക്കാൻ ഇടതുപക്ഷ മുന്നണിക്കോ ഗവൺമെന്റിനെ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ പരമാവധി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. ആ ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോഴൊക്കെ വീണ്ടും അദ്ദേഹം പാർട്ടിക്കെതിരെ മുന്നണിക്കെതിരെ ശക്തമായിട്ട് നിന്നപ്പോൾ പാർട്ടി ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അത് തന്നെയാണ് പാർട്ടി ചെയ്തത്. പാർട്ടിയുടെ ഒരു MLA യോ പാർട്ടിയുടെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയാണെങ്കിൽ, ഇപ്പൊ ഞാനും ഒരു ഘടകകക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, പ്രശ്നമുണ്ടായാൽ ഞങ്ങളെ ഘടകകക്ഷിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. ഇത് ഘടകകക്ഷിയുമല്ല, ഒന്നുമല്ലാത്തൊരു സ്വതന്ത്ര MLA 2 ടേണായിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് ജയിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ ഭാരം ഒന്ന് ജയിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അതിന്റെ ഇടതുപക്ഷത്തിൽ വന്നു 2 ടേൺ ജയിച്ചു. ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ തെറ്റ് പറഞ്ഞല്ലോ ശ്രീ ഗോവിന്ദ മാഷ്, എല്ലാവരും പറഞ്ഞല്ലോ, ഇടതുപക്ഷ ബിനോയ് വിശ്വം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞല്ലോ, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ തെറ്റ് നേരത്തെ CPI ആദ്യം വന്ന് ചൂണ്ടിക്കാണിച്ചാണ്. ഇദ്ദേഹത്തിന് മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് CPI ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ അത് അന്ന് ശരിക്കും മുന്നണിയുടെ ഒരു MLA ആയതുകൊണ്ട് പരമാവധി ഉൾക്കൊണ്ടുപോകാൻ മുന്നണി ശ്രമിച്ചു. തീർത്തും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മുന്നണി ബന്ധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, അതാണ്, ഒരു അസുഖം വന്നാൽ ഉടനെ തന്നെ ആ ഭാഗം മുറിച്ചു കളയുകയല്ലോ എന്നൊരു യുക്തിയുണ്ട് മുന്നിൽ. എന്തായാലും ഇന്നലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിന്റെ കോടാലിക്കൈയായി മാറി എന്നുള്ളതാണ്. ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല, കാരണം പാർട്ടി അംഗവുമല്ല. പക്ഷേ ആരാണ് PV അൻവറിനെ എടുത്തുയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നടന്നത്? ആരാണ് വിജയിപ്പിച്ചത്? ആണൊരുത്തൻ എന്ന തരത്തിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ഇടത് വിപ്ലവകാരികൾ ഊറ്റം കൊണ്ടതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് താങ്കൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ഉടനെ അത് മുറിച്ചു മാറ്റുകയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്ന യുക്തിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് ശ്രീ CR നീലകണ്ഠൻ? എനിക്ക് വളരെ തമാശയാണ് തോന്നുന്നത്. കാരണം PV അൻവർ എത്രത്തോളം നിയമലംഘനം ചെയ്തിട്ടുണ്ട് എന്ന് വളരെ മുമ്പേ തന്നെ 3 ഹൈക്കോടതി വിധികൾ അയാളുടെ തടയണ പൊളിച്ചു കളയാനുണ്ട്. ആ തടയണ അല്ലെങ്കിൽ പാർക്ക് അദ്ദേഹം ഭൂമി കയ്യേറിയതായി റവന്യൂ റെക്കോർഡ്സുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ എടുക്കാതിരുന്നത് എന്തുകൊണ്ട്? മലപ്പുറം ജില്ലാ കളക്ടർ എത്ര പ്രാവശ്യം അവിടെ ചെന്നു? ഞാനിത് പറയാൻ കാരണം, ഞാനിതിലൊരു ചെറിയ രക്തസാക്ഷിയാണ്. ഇദ്ദേഹത്തിൻ്റെ തടയണ ഹൈക്കോടതി നിയമം ലംഘിച്ച് ഹൈക്കോടതി പൊളിക്കാൻ പറഞ്ഞ തടയണ അവിടെ നിർത്തുന്നതിനെതിരെ ഞാനും ബഹുമാന്യനായ കാരശ്ശേരി മാഷും അജിത ചേച്ചിയും അടക്കം ഞങ്ങളവിടെ പോയതാണ്. ഞങ്ങളെ മർദ്ദിക്കുക മാത്രമല്ല, ഇയാൾ ഗുണ്ടകളെ വിട്ട് മർദ്ദിക്കുക മാത്രമല്ല, എനിക്കെതിരെ അടക്കം, കാരശ്ശേരി മാഷെ പോലെ വലിയൊരു മനുഷ്യനെതിരെ അടക്കം എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. അൻവർ പേര് വെച്ച് എൻ്റേതല്ലാത്തൊരു വീട് കാണിച്ച്
ഇത് കൊട്ടാരം പോലെയുള്ള വീടാണ് CR നീലകണ്ഠനുള്ളത്. ഇവിടുത്തെ എല്ലാ ചാനലുകാരും വന്നിട്ടുള്ള ഒരു വീടാണ്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വീടാണ്. അതുമാത്രമല്ല, ഞാൻ മദ്യപാനിയാണ്, ഞാൻ കൊള്ളക്കാരനാണ്, കള്ളനാണ്. ആയിരക്കണക്കിന് കടന്നൽ ഇവർ പറയില്ലേ, ആയിരക്കണക്കിന് ആളുകൾ ഈ അൻവറിന്റെ ഒറ്റ ബലത്തിൽ എന്നെയും കാരശ്ശേരി മാഷയും അതുപോലെയുള്ള ആളുകളെയും അതിനീചമായി ആക്രമിച്ചു. അതവിടെ നിൽക്കട്ടെ. നിയമലംഘനം അവിടെ ഉണ്ട് എന്നുള്ളത് ഹൈക്കോടതി വിധിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് 2-3 വർഷങ്ങളായിട്ടോ, ഇപ്പോഴൊന്നും ഈ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായ ഒരു സംഗതിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനം ആണല്ലോ ഇത് പൊട്ടിക്കുന്നത്, ഈ മാസം ആദ്യം. ആ വെടി പൊട്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അല്ലെങ്കിൽ ഉപദേശകനായ രാഷ്ട്രീയ സെക്രട്ടറിയായ P ശശിക്കെതിരെയാണ്. അതുപോലെ ADGPക്കെതിരെയാണ്, കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. ADGPക്കെതിരെ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്താ? അവിടെയാണ് കാര്യം. അത് ADGP മറ്റു രീതിയിൽ അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ കൊല നടത്തുന്നു, അതൊക്കെ വേണമെങ്കിൽ വേറെ ആൾ അന്വേഷിക്കും. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ല അന്വേഷിക്കുന്നത്. പക്ഷെ ADGPക്കെതിരെയുള്ള ഏറ്റവും പ്രധാന ആരോപണം അതല്ല. 2 ഉന്നതരായ RSS നേതാക്കളെ ADGP നേരിൽ പോയി കണ്ടതായി ആ സംഭവം നടന്നു 1 വർഷത്തിന് മുമ്പ്, 1-2 വർഷത്തിന് മുമ്പ് നടന്നതായി പിറ്റേ ദിവസം തൻ്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾ പോയി എന്ന് ചോദിച്ചില്ല. അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റാളുകളും പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ദത്താത്രേയെ കണ്ടു, അവരെ കണ്ടു എന്നൊക്കെ ഉള്ളത് വരുന്നത്. അപ്പോഴും പറഞ്ഞില്ല. ഇക്കാര്യം അൻവർ പറഞ്ഞിട്ട് 21ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനം നടത്തുന്നത് കഴിയുന്നത് വരെ CPMന്റെ ഒരാൾ പോലും ഒരു വാക്ക് അൻവറിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ഒരാൾ പോലും. അപ്പൊ പ്രശ്നം അതൊന്നുമല്ല. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് പുറത്താണ്. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കടന്നലായാലും വേണ്ടില്ല, കാട്ടുപോത്തായാലും വേണ്ടില്ല, ആരെ ആക്രമിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ കൈയടിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു. അതാണ് പ്രധാന പ്രശ്നം. മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് വരെ അൻവറിനെ ഇവർ താങ്ങി. കാരണം പിന്നെയും അൻവർ എന്തെല്ലാം പറഞ്ഞു, അപ്പോഴൊക്കെ താങ്ങി. അപ്പൊ അദ്ദേഹം പറയുന്ന പോലെ ഇനി പറയരുതെന്ന് പറഞ്ഞു, പിന്നെയും പറഞ്ഞു. അതൊന്നുമല്ല കാര്യം. മുഖ്യമന്ത്രി ടാർഗറ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് ഇവർ മാറിയത്. അതാണ് ഈ മുന്നണിയുടെ ഒരു കുഴപ്പം. ഇനി CPIയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം CPIക്ക് ബംഗാളിലെ അനുഭവം അറിയാം. വലിയേട്ടൻ പോയോടുകൂടി ചെറിയേട്ടൻ്റെ പൊടി കാണാനില്ല ബംഗാളിൽ. അപ്പോൾ ഇനി CPIക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ CPM പിന്നോട്ടടിക്കപ്പെട്ടാൽ CPIക്ക് നിലനിൽപ്പില്ല. പാരസൈറ്റ് ജീവിതം പോലെ നിൽക്കേണ്ടി വരും. ഇപ്പം 4 മന്ത്രിമാരും അതും ഇതൊക്കെ ഉണ്ടല്ലോ, കുറേ കോർപ്പറേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകുന്നവരെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇപ്പൊ CPIയുടെ MP എവിടെ നിന്നാ? തമിഴ്നാട്ടിൽ നിന്ന് MP BJPക്കെതിരായി അതിശക്തമായി പോരാടുന്ന ഇന്ത്യ മുന്നണിയിൽ അംഗമാണ്, അതിലെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അംഗമാണ് CPI. CPM അല്ല. അത് എന്തുകൊണ്ടല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് സുഖവാസത്തിന് പോയി. ആശുപത്രി പോകണം എനിക്ക് മനസ്സിലാക്കാം. കുടുംബസമേതം സുഖവാസത്തിന് പോയി. BJPയെ CPM നേരിടുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഒരിടത്ത് പോലും പ്രസംഗിക്കാൻ പോയില്ല. തമിഴ്നാട്ടിൽ പോലും രാജസ്ഥാനിൽ പോലും. ഇപ്പം 4-3 അങ്ങനെയെങ്കിൽ അൻവർ അടക്കം മുന്നോട്ട് വെക്കുകയും മറ്റ് പ്രതിപക്ഷം ഏറ്റുപിടിക്കുകയും ചെയ്ത ആ വിമർശനങ്ങൾ യാഥാർത്ഥ്യമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പൂരെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചക്കകത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് 5 മാസം 6 മാസമായി. ഇപ്പൊ ഇവിടെ റിപ്പോർട്ട്. പക്ഷെ അവിടെ ശ്രീ CR എനിക്കുണ്ടാകുന്ന ഒരു സംശയം, താങ്കൾ തന്നെ അല്പസമയം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് എന്ന് വ്യക്തമായപ്പോൾ മാത്രമാണ് അൻവറിനെ പടിക്ക് പുറത്താക്കുന്നത് എന്ന്. അപ്പോൾ ഈ RSS ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ RSS നേതാക്കളുമായി ഹൊസബിളിയും രാമാധവും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അത് പാർട്ടി അറിയാതെ പോകുമോ? അവിടെയാണ് പ്രശ്നം. ഇവിടെ പാർട്ടി ഇല്ല മാഷേ. പാർട്ടി എന്നൊരു സാധനമില്ല. ഞാൻ ചോദിക്കട്ടെ, മുമ്പൊക്കെ ആണെങ്കിൽ ഈ CPMന്റെ സ്ഥിതി എന്താ? CPMന്റെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇതിനു മുമ്പ് എത്ര മുഖ്യമന്ത്രിമാർ, സഖാവ് EMS മുതൽ സഖാവ് VS വരെയുള്ള ആളുകൾ ഭരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പാർട്ടിയാണ് അതിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. അവിടെയാണ് അൻവർ ആദ്യത്തെ വെടിപൊട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയണ്ട, പാർട്ടി സെക്രട്ടറി പറയണം, പാർട്ടി പറയണം. അൻവർ ഇനി ഇത് വേണ്ട. 20 ദിവസം 21 ദിവസം അൻവറിന് അഴിഞ്ഞാടാൻ അവസരം കൊടുത്തെന്താ? ഈ തെറ്റ് മുഴുവൻ ചെയ്തു.
അൻവർ ചെയ്ത ഏതായാലും അൻവറിന്റെ തടയണയും അൻവറിന്റെ പാർക്കും അൻവറിന്റെ കയ്യേറ്റവും ഒക്കെ തെറ്റാണെന്ന് ഇടതുപക്ഷ സഖാവ് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എനിക്ക് സന്തോഷം. കാരണം 3.5 വർഷമായി 3-4 വർഷമായി അതിന്റെ പിന്നാലെ നടന്ന് തെറി കേൾക്കുകയും അടികൊള്ളുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഇപ്പൊ കള്ളക്കടത്തുകാരനാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് പറയില്ല, കാരണം എനിക്കത് അറിയില്ല. മറ്റതൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു അൻവറിനെ കൊണ്ടു നടന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോട് മാറ്റാൻ കഴിയുന്ന ഒരു രോഗിയൊന്നും അല്ല അൻവർ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതറിയാൻ ഇത്രയും കാലം കാത്തിരുന്നു. ഒരു കാര്യം ഈ പറഞ്ഞത് പറഞ്ഞോളൂ. ഈ കാര്യത്തിൽ അവിടെയാണ് അതിന്റെ പോയിന്റ്. അതാണ് പിണറായി വിജയനെതിരെ പറയുന്നവർക്ക് ഇതിൽ സ്ഥാനമില്ല. ബാക്കി നിങ്ങൾ RSS ബന്ധം പറഞ്ഞാലും കുഴപ്പമില്ല, ADGP കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ മാറ്റുന്നില്ല. പിണറായി വിജയൻ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ ADGP, ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ ശശിയെ. അവിടെയാണ് പ്രശ്നം. അതിന് മറുപടി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഈ അന്വേഷണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി, രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം. അത് ഏത് DGP അന്വേഷിച്ചാലും കിട്ടുക. രാംമാധവനെയും ദത്തത്രയെയും കണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ എന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, അത് ശരിയാണ്. അതെന്തോ ഞാനൊരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ നമുക്ക് എന്താ തലയ്ക്ക് സുഖല്ലേ? അപ്പൊ പ്രശ്നം മുഖ്യമന്ത്രിയുടെ മർമ്മത്തിൽ തൊടുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേദനിക്കുന്നത്. അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും വലിയ ദൗർബല്യവും എന്ന് ഞാൻ കാണുന്നു. അഡ്വക്കേറ്റ് ബലദേവ്, അതുകൊണ്ടാണ് CR നീലകണ്ഠനെ പോലെയുള്ള ആളുകൾക്ക് പോലും ഈ PV അൻവർ നടത്തുന്ന നിയമപരമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. പരിസ്ഥിതി സ്നേഹം എത്രത്തോളം മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടനയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് CPIM ആയാലും CPI ആയാലും എന്ന് താങ്കൾക്കറിയാം. അങ്ങനെയൊരു MLAക്കെതിരെ കോടതി വിധി ഉണ്ടാകുമ്പോൾ പോലും തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഒപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അൻവർ പുറത്തു പറയുമ്പോഴൊന്നുമല്ലല്ലോ. പാർട്ടിയാണ് ഭരിക്കുന്നത്, പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് അത് അടക്കം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല പാർട്ടിക്ക് തന്നെയുള്ള ഒരു കേഡർ സംവിധാനമുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നാൾ ഇങ്ങനെ സംരക്ഷിച്ചു, അസുഖത്തെ ചികിത്സിച്ച് മാറ്റാൻ നോക്കി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു. ആ നിമിഷം തന്നെ അൻവറിനെ പുറത്ത് പോകേണ്ടിയും വരുന്നു. അപ്പോൾ ഇത് ഒരു ചികിത്സയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് CPIM അണികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുമോ അഡ്വക്കേറ്റ് ബലദേവ്? അല്ല, അതിനെ നമ്മൾ ആ രീതിയിലല്ല കണ്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ജയിച്ചു വന്ന ഒരു MLA ആണ്. ആ MLAക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. CR പറഞ്ഞ വളരെ കറക്റ്റാണ്. നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. ആ ആരോപണങ്ങൾ വന്നപ്പോൾ തഹസീൽദാരും കളക്ടറും ഒന്നും, അതൊക്കെ ഗവൺമെന്റ് വിഷയുടെ കീഴിൽ വരുന്നവരാ. അവരൊന്നും അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിന്നില്ല. അവരെല്ലാവരും ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തു. താലൂക്ക് ലാൻഡ് ബോർഡൊക്കെ CRന് നല്ല എന്നെക്കാൾ നല്ലപോലെ അറിയാമല്ലോ. താലൂക്ക് ലാൻഡ് ബോർഡൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന കാര്യങ്ങളല്ലേ? അതായത് അവിടെയൊന്നും ഞങ്ങൾ ഇടപെട്ടില്ല, സ്വാധീനിച്ചില്ല, ആ തെറ്റിന് ഞങ്ങൾ ന്യായീകരിച്ചില്ല എന്ന് പറയുന്നത് അതാണോ അതിന്റെ ഉത്തരവും? അല്ല, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാമായിരുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിൽ അല്ല, ഉദ്യോഗസ്ഥ തലത്തിലല്ലല്ലോ. ഇങ്ങനെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ പിന്നീട് നടന്ന സംരക്ഷിക്കപ്പെടുക തന്നെയല്ലേ ചെയ്തത്? പറയൂ. അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ തടയണ പൊളിക്കാതിരുന്നത് രാഷ്ട്രീയമായ പിൻബലം കൊണ്ടല്ലേ? അതാണ് ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കളക്ടർ പൊളിക്കാൻ ചെന്നിട്ടും അദ്ദേഹത്തിന്റെ തടയണ പൊളിക്കാൻ കഴിയാഞ്ഞതോ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയാഞ്ഞതോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പിൻബലം കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ടല്ല. പൊളിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്. അതുകൊണ്ട് പൊളിക്കില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, പിണറായി വിജയന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഏത് നീതികേടും ചെയ്യാം. പിണറായി വിജയനെ എതിർത്താൽ നിങ്ങളെ നീതികേടൊക്കെ ശിക്ഷിക്കപ്പെടും. ഇനിയെങ്കിലും അൻവർ ശിക്ഷിക്കപ്പെടുമോ എന്നതാണ് എന്റെ ചോദ്യം. അതവിടെ നിൽക്കട്ടെ. താങ്ക് യു. രാഷ്ട്രീയപരമായ പിന്തുണ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും ചില കാലങ്ങളിലൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ തിരിച്ചറിവുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് PV അൻവറിനെതിരെ ഇടതുപക്ഷത്തിലുള്ള മുന്നണിയിലുള്ള ഘടകകക്ഷികളല്ല, CPI ഉൾപ്പെടെ CPIനകത്തുനിന്നും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നത് പാർട്ടിയുടെ ഒരു MLA ആയിപ്പോയതുകൊണ്ടാണ്. അങ്ങനെ എല്ലായിരുന്നെങ്കിലും ഒരു കാരണവശാലും അദ്ദേഹത്തിന് സംരക്ഷിക്കത്തില്ല. മുന്നണി പ്രതിദാനം ചെയ്യുന്ന മുന്നണിയുടെ ഒരു MLA ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ടുപോയിട്ട് വന്നത്. പിന്നെ ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഓരോന്നോരോന്ന് ഒന്ന് മാമി തിരോധാനം, അത് ആദ്യത്തെ അന്വേഷണം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പുതിയ ബാച്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. ADGPക്കെതിരെയുള്ള അന്വേഷണം വിജിലൻസിന് വിട്ടു. അതിന്റെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് അതിനെ നേരിട്ട് അന്വേഷിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. P. ശശിക്കെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ശരിയാണ്,
അത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് വിശദീകരിച്ച എന്താ, ഈ മാതിരി കാര്യങ്ങളിൽ പോലീസിനെ സ്വാധീനിക്കുന്നതിനോ ഈ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ടോ മറ്റു പല കാര്യങ്ങളിലും പോലീസിനെ സ്വാധീനിക്കുന്നതിന് തീർച്ചയായിട്ടും ഹോം മിനിസ്റ്റർ കൂടി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരിട്ട് ഇൻവോൾവ് ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പി ശശി കേൾക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നതാണ് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുമ്പോൾ മാത്രമല്ല, കുറെ നാളുകളായിട്ട് പരമാവധി അദ്ദേഹത്തിന് ഉൾക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. തീർത്തും ഉൾക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പാർട്ടിയുടെ പ്രതിനിധിയാണ്. പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഒരാളുടെ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം വരുമ്പോൾ പാർട്ടിയല്ലേ സംരക്ഷിക്കേണ്ടത്? അതിന് പാർട്ടിയുടെ ബാധ്യതയാണത്. പാർട്ടി പ്രതിനിധി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, പാർട്ടിയുടെ പൊളിറ്റ് മെമ്പർ അല്ല വരെ ആരും ആയിക്കോട്ടെ, പാർട്ടിയുടെ ഒരു പ്രതിനിധി ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു മറുവശത്ത് നിൽക്കുന്ന ഒരാള് ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുമായിട്ട് ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ശക്തമായിട്ട് പ്രതിരോധിക്കണം. അത് പാർട്ടിയുടെ ആയാലും മുന്നണിയുടെയും ഒരു ബാധ്യതയാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ തയ്യാറാണ്. മുഖ്യമന്ത്രിക്കെതിരെയോ ഘടകകക്ഷി മന്ത്രിമാർക്കെതിരെയോ ആരോപണങ്ങളുമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. പക്ഷേ പാർട്ടി കടുത്തൊരു പ്രതികരണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് പാലോട് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. CR നീലകണ്ഠന്റെ വാക്കുകളടക്കം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ CPM-ന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനാകാത്ത ഒരു ആരോപണം ആണ് RSS ബന്ധം എന്നത്. പക്ഷേ അൻവറെ പോലെ ഒരാളാണ് പറഞ്ഞത്. അൻവർ ഇത് പറയുക മാത്രമല്ല, RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തി എന്നത് സംബന്ധിച്ച് പിന്നീട് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴിത് ഈ പൂരം കലക്കൽ വിവാദം, അതുമായി ബന്ധപ്പെട്ടും ADGP നൽകിയിട്ടുള്ള റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം BJP നേതാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്ത് യാത്ര ചെയ്തു എന്നതിൽ പോലും ഒരു നടപടിയും ഇതുവരെയും എടുത്തില്ല എന്ന പരാതി CPIക്കും ഉണ്ട്. അവിടെയാണ് ഈ ബന്ധം സംബന്ധിച്ച് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ശ്രീ പാലോട് സന്തോഷ്, ഞാൻ വ്യക്തമായി മറുപടി പറയാം. ഒന്ന്, ബലദേവ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻവറിനെതിരെ ശക്തമായ നിലപാട് നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്നു. CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ അൻവറിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞത് സത്യവിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ട് ശിവശങ്കറും ഈ ADGPയും ഒക്കെ ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അന്നു മുതലേ ഉണ്ട്. ഈ ഓരോ വിഷയങ്ങളും ശിവശങ്കറും അതുപോലെ തന്നെ ADGP ആയ അജിത്തും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്നില്ല, ഇവരെല്ലാവരുമായി ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. CPM പാർട്ടിക്കും കേരളത്തിലെ എവിടെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ബലദേവ് പറയുന്നിട്ട് ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നിട്ട് എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം? ശരിയാണ്. ഒരു കാര്യം അതെ, ബിനോവിശ്വം ഇന്ന് പറഞ്ഞത് ADGPക്ക് തുടരാനാവില്ല, അനുവദിക്കില്ല എന്നാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ CPI എന്ന് പറയുന്ന കക്ഷി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അഭിപ്രായം പറഞ്ഞുള്ള ഏതെങ്കിലും ആർജവത്തോടുകൂടി പറഞ്ഞാൽ ഇന്നത്തെ നേതൃത്വം CPM-ന്റെ നേതൃത്വം പുച്ഛത്തോടെ തള്ളില്ലേ? ആരെല്ലാം ഇരുന്ന് സീറ്റാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ? VS അച്യുതാനന്ദനായാലും EMS ആയാലും അതുപോലെ EK നായനാരായാലും ഇവരൊക്കെ ഭരിക്കുമ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പവർ എന്തായിരുന്നു? ഏതോ വിഷയങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലുണ്ടായാലും ശക്തമായി ഇടപെടുന്ന ഒരു മുന്നണിയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമില്ല. ഇവിടെ കേന്ദ്രീകൃതമായ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ വാമൊഴി പോലെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റും മുന്നണിയുമാണെന്നുള്ളത്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാർ പണ്ടത്തെ ഹെഡ് മാസ്റ്റർ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളെ പോലെയാണ്. അദ്ദേഹത്തിനോടൊക്കെ ലിഫ്റ്റ് കയറാൻ പോലെ ഒരു മന്ത്രിയോ നേതാക്കൾക്കോ ഭയമാണ്. ഇതെന്തൊരു ഏകാധിപത്യമാണ്? അങ്ങനെ ഒരു ഏകാധിപത്യത്തിൽ ഒരു ഏറ്റവും വലിയ സുപ്രധാനമായ ജനാധിപത്യ സംവിധാനമുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതുപോലുള്ള പ്രവർത്തികൾ നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു കാര്യം കൂടി പറയട്ടെ, ബലദേവ് പറഞ്ഞല്ലോ ഈ അൻവറുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ അൻവർ കുഴപ്പക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ, CR പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അഴിമതിക്കെതിരെയും അതുപോലെ അക്രമത്തിനെതിരെയും നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ടിനനുസരിച്ച് നടപടി സ്വീകരിച്ചില്ല? അപ്പോൾ അന്ന് അൻവർ കൊള്ളാം. രണ്ടാമത് അൻവർ എന്തുകൊണ്ട് എതിർത്തു? ഈ പല കാര്യങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നു അൻവറുമായി ബന്ധപ്പെട്ട് CPM-ൽ ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യുകയും ഒരു വിഭാഗം എതിർക്കുകയും ചെയ്തു. എതിർക്കുന്ന സമയത്ത് വന്നപ്പോൾ പല കാര്യങ്ങളും അൻവർ പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു. പാർട്ടി ആദ്യം പരിശോധിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അൻവറിനെ പോലുള്ള ഒരാളിൻ്റെ മുമ്പിൽ യാചനയോടെ
നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരം എവിടെ പോയി? അത് കഴിഞ്ഞ് അദ്ദേഹം കൊടുത്ത കുറേ കാര്യങ്ങളിൽ എന്തൊക്കെയോ വസ്തുനിഷ്ഠമായിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു, പാർട്ടി പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നു? പാർട്ടി ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഗോവിന്ദ മാഷും CM-ഉമായി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അൻവറിൻ്റെ പരാതികൾ ഇന്ന വിഷയങ്ങളാണ്, അപ്പോൾ അതെടുക്കുക നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല, അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു അൻവറിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അൻവർ വീണ്ടും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തതയുണ്ട്. കേരളം പോലെ പ്രബുദ്ധതയുള്ള സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസപരമായി പ്രബുദ്ധതയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒരു ADGP ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ADGPക്കെതിരെ 4 അന്വേഷണം നടക്കുമ്പോൾ ആ ADGPയെ മാറ്റി നിർത്താനുള്ള ധാർമ്മികത ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിന് വേണ്ടേ? പൂർണ്ണമായി ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് കോൺഗ്രസ് ഉയർത്തുന്ന സംശയം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. മാറ്റുക. ഞാൻ അതിലേക്ക് വരട്ടെ അഭിലാഷ്. ADGP RSS-ഉമായി കൂടിക്കാഴ്ച നടത്തി എന്ന് തെളിവില്ല എന്ന് അൻവർ പറയുന്നു. എന്നാൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. അന്വേഷിക്കട്ടെ. അജിത്ത് കാണാൻ പോകുന്നത് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവും വേണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ തെളിവ് സംബന്ധിച്ച് നമുക്കൊരു ചർച്ചയുടെ ആവശ്യമില്ല. ഞാൻ വ്യക്തമായി പറയാം. അത് RSS-ഉം അജിത്തുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് മറുപടി പറയേണ്ടത് ആർക്കെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമന്ത്രി പറയണം. അത് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ശ്രീ പാലോട് സന്തോഷ്, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനമുണ്ട്. നമ്മളെപ്പോഴും കേരള പോലീസിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരല്ലേ? അങ്ങനെയുള്ള കേരള പോലീസിന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS-ഉമായി കൂടിക്കാഴ്ച നടത്തിയാൽ അത് ഉദ്യോഗസ്ഥ തലത്തിലെങ്കിൽ അതെന്തിന്? അതല്ല മറ്റാരുടെയെങ്കിലും ദൂതനായിട്ടാണ് എങ്കിൽ അതെന്തിന്? ഇതൊന്നും അറിയാൻ പറ്റാത്ത സംവിധാനമാണോ നമുക്കുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അന്വേഷിക്കട്ടെ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ട് പോയി എന്താണെന്നുള്ളത് അത് അന്വേഷിച്ചു, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടവർ പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞു വന്നത് ഈ ഗവൺമെൻറ് എടുത്ത ഓരോ കാര്യങ്ങളിലും എല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ് കൊണ്ടുപോകുന്നത്. എന്തിനാണ് അതുള്ളത്? ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടായി. നമുക്ക് കഴിഞ്ഞ സമയങ്ങളൊക്കെ അറിയാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആർക്കെങ്കിലും എതിരെ അങ്ങനെ ആരോപണമോ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ 24 മണിക്കൂറിനകം നടപടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഇല്ലാത്തതെന്ന് ഞാൻ പറയാം, വളരെ വ്യക്തമായി പറയാം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയനാണ്. ഇന്ന് കേരളത്തിലെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയനാണ്. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നിങ്ങൾക്കറിയോ ഈ കേരളത്തിൽ ഇപ്പം ഭരിക്കുന്ന ഓരോ വകുപ്പിലും ഉന്നത ഉദ്യോഗസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതും ഓരോ ഉന്നത തലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് മന്ത്രിമാർ പോലും അറിയുന്നില്ല. അത് CPM-ഉം ബന്ധപ്പെട്ട യൂണിയന്മാർ. ഇതിന്റെ ഭാഗമായി വരുന്നത് എന്താ? കേരളത്തിലെ എല്ലാ മേഖലകളും നാശത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വികസന വിരുദ്ധതയിലേക്ക് പോകുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ പ്രധാനമായും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് കേരളത്തിൽ. അവിടെയാണ് ശ്രീ പാലോട് സന്തോഷ് ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞതിനെ താങ്കൾ ശരിവെക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. പാർട്ടിയൊന്നൊന്നില്ല, പിണറായി വിജയനാണ്, ഏകാധിപത്യമാണ്, അപ്പോൾ പിണറായിയാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് RSS-ഉമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ നീക്കുപോക്കുകളോ ചർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥയല്ലേ ഉള്ളത്? അല്ല, അത് RSS-ഉമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നത് അതെങ്ങനെയാ പിണറായി വിജയനാകുന്നത്? ഇപ്പോൾ ADGP അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് RSS-നെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാ പിണറായി വിജയനാകുന്നത്? ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ, ഞാൻ ജനാധിപത്യം ഇല്ല അത് ഇനി ആവർത്തിക്കുന്നില്ല, CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണി എന്തുകൊണ്ട് ഇത്രയും താഴേക്ക് പോയി? CPM-ൽ നിന്നും അഭിലാഷ് ഇടതുപക്ഷ മുന്നണിയുടെ LDYF ഇടതുപക്ഷ യുവജന സമിതിയുടെ കൺവീനറായി പ്രവർത്തിച്ച് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയ, എന്നോടൊപ്പം 10,000-കണക്കിന് ചെറുപ്പക്കാർ ഉൾപ്പെടെ സമരം നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ ഒരുപാട് പട്ടിണിയുടെയും യാതനയുടെയും വേദനയുടെയും ഭാഗമായിട്ട് ഉണ്ടായൊരു മുന്നണിയാണ് കേരളത്തിലെ ഇടതുമുന്നണി. ആ മുന്നണി ഇന്ന് പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം വഴിവിട്ടു പോകുന്നു. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി സംശയത്തിന്റെ നിലയിൽ സ്വാർത്ഥനായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അപകടം ഭരണവിരുദ്ധതയായിരിക്കും. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മുഖ്യമന്ത്രിയും ചില ആളുകൾ മാത്രം. ഞാൻ പറയട്ടെ, കേരളത്തിലെ സമുന്നതരായ CPM-ന്റെ എത്രയോ 80 സീനിയറായിട്ടുള്ള നേതാക്കൾ
ആർക്കെങ്കിലും ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയുവാനോ അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയനുമായി സംസാരിക്കുവാനോ പോലെ അവസരം പോലും നിഷേധിക്കുന്നു. ഇതിന്റെ ഭാഗം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. ഏകാധിപതികളുടെ ലോകത്തിലെ ഏകാധിപതിയുടെ അവസാനം എന്തായിരുന്നു? ദാരുണമായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയാം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും പരാജയമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി പരാജയമാണ്. അതുകൊണ്ട് ലെവലേശമെങ്കിലും കേരളത്തിലെ സമൂഹത്തോട് ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പൂർണ്ണ പരാജയമാണത്. അദ്ദേഹം അങ്ങനെയുള്ള നമ്മുടെ പോലീസ് സംവിധാനം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ യാത്ര ചെയ്തിട്ട് പോലും നടപടിയെടുക്കാതിരുന്നത് എന്ന സംശയമുണ്ട്. അത് മാത്രവുമല്ല, CPIയുടെ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് PK ആണെന്ന് പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്ന് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം CPIയുടെ നേതാവ് തന്നെയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് അന്ന് നടപടിയൊന്നും എടുത്തില്ല, ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്ന് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, അദ്ദേഹം കുറച്ച് അധിക സമയമായി കാത്തിരിക്കുന്നു. ശ്രീകുമാർ സാർ, ഇവിടെ RSS ബന്ധം ആരോപിച്ചു വെച്ചതിൽ ഇതിപ്പോൾ ആ പേരുകളിലേക്ക് മറ്റൊരു പേര് കൂടി കഴിഞ്ഞ ദിവസം ചേർത്ത് വെച്ചു. അത് ശ്രീ മോഹൻദാസിൻ്റെ പേരാണ്. മോഹൻദാസ് ഇസ്ലാമിക വിരുദ്ധത ഉള്ള നേതാവ് കൂടിയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ട് നൽകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്തുമെന്ന് PV അൻവർ പറയുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ഒരു പോസ്റ്റ് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു സമീപനം ഈ CPIM നേതാക്കൾക്കുണ്ടോ? അവർ മൃദു സമീപനം സ്വീകരിക്കുന്നു, ന്യൂനപക്ഷ മൃദു സമീപനമാണ് അവർ പുലർത്തുന്നത് എന്നല്ലേ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ എങ്ങനെയാണ് അൻവറിനെ പോലെ ഒരു നേതാവ് ഇത്തരം ഒരു വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ ആരോപണമോ ഉന്നയിക്കുന്നത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? നോക്കൂ അഭിലാഷേ, CPMന്റെ ഒരു നടപടിക്ക് വിധേയനായ അൻവർ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്നലെ വരെ CPMന്റെ ഒപ്പം നിന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടി വിടുന്നതിന് പറഞ്ഞ കാരണങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പാർട്ടി സെക്രട്ടറി അതിനെ താത്വികമായി കണ്ട് ഗോവിന്ദമാഷ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞത് അൻവറിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല, അൻവറിന് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് അറിയില്ല, അൻവറിന് കമ്മ്യൂണിസ്റ്റ് നയങ്ങളെ കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ 8 വർഷമായിട്ട് അൻവർ ഈ പാർട്ടിക്ക് ഒപ്പം നടക്കുന്ന ഒരു സഹയാത്രികനായ MLA ആണ്. പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളെ കുറിച്ച് ഈ പാർട്ടി പറയുമ്പോൾ അതും ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ഇതില് രണ്ടു കൂട്ടരും അവരവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ പാർട്ടി സഖാക്കൾക്കും ഈ ഗവൺമെന്റിന്റെ കീഴിൽ രക്ഷയില്ലെന്നാണ് അൻവർ പറയുന്നത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള തുടർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞാനിതിൽ കാണുന്നത് അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി ഇന്നലെ 3 മിനിറ്റ് കൊണ്ട് അതിന് ഒരു താൽക്കാലിക പ്രതികരണം നടത്തി. വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി 8 മണി വരെ എന്താ സംസാരിക്കാതിരുന്നത്? അപ്പൊ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ ഒരുപാട് ആലോചിക്കേണ്ടി വരും CPMന്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ എന്തിനാ ഇത്ര താമസം? രണ്ടാമത്തെ കാര്യം, അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അൻവർ ഇപ്പോൾ വലതുപക്ഷത്തിന്റെ കോടാലിയാണെന്നും മാധ്യമങ്ങൾക്ക് അൻവർ വിശുദ്ധനാണെന്നും ഒക്കെ ഈ CPM പറയുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഇന്നലെ വരെ അൻവർ കോടാലി ആയിരുന്നില്ലല്ലോ. അപ്പൊ പാർട്ടിയിലെ ഗവൺമെന്റിനെ വിമർശിക്കുകയാണെങ്കിൽ കോടാലിയായി. പിന്നെ മാധ്യമങ്ങളിൽ എന്ത് തെറ്റാണ് ചെയ്തത്? അൻവർ പറയുന്നതൊന്നും കേൾപ്പിക്കാനോ കാണിക്കാനോ പാടില്ലെന്നാണോ CPM പറയുന്നത്? അൻവറിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ വിശുദ്ധനാക്കിയത്? ഇതൊക്കെ പാർട്ടിക്ക് ഈ ബ്രാഞ്ച് സമ്മേളന കാലത്ത് വിശദീകരിക്കേണ്ടി വരും. ഗോവിന്ദ മാഷ് വ്യാഴാഴ്ചകളിൽ പാർട്ടി പത്രത്തിൽ എഴുതുന്ന ലേഖനങ്ങളിൽ ഇന്നേ വരെ അൻവർ വിഷയം സൂചിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ശ്രീ N. ശ്രീകുമാർ, ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മ കാണും, ഈ PV അൻവറിന്റെ തടയണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിരന്തരമായി വാർത്തകളിൽ എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നതാണ്. ന്യൂസ് 18 നൽകിയിരുന്നതാണ്. അന്ന് ഞങ്ങളെ ബൂർഷ്വാ മാധ്യമങ്ങൾ എന്നൊന്നും വിളിച്ചതായി കേൾക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് അൻവർ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. നാളെ അൻവർ നിയമലംഘനം നടത്തിയാൽ ഒരു
മടിയും കൂടാതെ അത് തന്നെ റിപ്പോർട്ട് ചെയ്യും. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം തടയണ പൊളിക്കാനുണ്ടായപ്പോൾ ശ്രീ CR നീലകണ്ഠൻ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധമൊക്കെ അത് അതേ നിലയിൽ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പാർട്ടിക്ക് ഈ അൻവർ വിഷയത്തില് അവർക്ക് ന്യായീകരണം കണ്ടെത്താൻ കഴിയുന്നില്ല, തൊടു ന്യായീകരണങ്ങളെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, അൻവർ CPM വിജയിപ്പിച്ച ഒരു MLA ആണ്. ഇന്നലെ അൻവറിനെതിരെ നിലമ്പൂരിൽ പ്രകടനം നടത്തി പാർട്ടി. അതെ, ഗോവിന്ദ മാഷ് അതുപോലെ മറ്റ് നേതാക്കളൊക്കെ പത്രസമ്മേളനം നടത്തി. എന്താണ് ഇവരാരും MLA സ്ഥാനം അൻവർ രാജിവെക്കാൻ പറയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിനവർ പറയുന്നുണ്ടല്ലോ പാർട്ടിയുടെ പാർട്ടി അംഗമല്ല എന്നുള്ളത്. അല്ല, പാർട്ടി അംഗമല്ലെങ്കിൽ വേണ്ട, ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് അൻവർ. അതെ, അപ്പൊ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണെങ്കിൽ ഇടതുമുന്നണി MLA ആണ്. ഇടതുമുന്നണി ജയിപ്പിച്ച MLA ആയ അൻവർ രാജിവെക്കണമെന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അപ്പൊ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ പാർട്ടി ഭയക്കുന്നു. രണ്ടാമത്തെ കാര്യമുള്ള എന്താ വെച്ചാൽ, ഗോവിന്ദ മാഷും അതുപോലെ പാർട്ടിയുടെ നേതാക്കളൊക്കെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണ്, അത് മറക്കരുത് നമ്മള്. ഗോവിന്ദ മാഷും പറഞ്ഞു, TP രാമകൃഷ്ണൻ പറഞ്ഞു, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അപ്പൊ ആ ഗൗരവമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുമ്പോൾ അന്ന് ഗൗരവമുള്ള ആരോപണം എന്ന് പറഞ്ഞവർ പിന്നെ എങ്ങനെയാണ് അൻവർ കോടാലിയാകുന്നത്? ഇന്ന് CPMന്റെ മുഖപത്രത്തില് അവരുടെ CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശ്, ഇന്ന് അദ്ദേഹം ദേശാഭിമാനി ചീഫ് എഡിറ്ററാണ്, അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അൻവറിനെ കുറിച്ച്. ആ കുറിപ്പിൽ പോലും അത് വായിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് വ്യക്തത വരുന്നില്ല. അതായത് മറ്റേ വലതുപക്ഷ മാധ്യമങ്ങളെ, വലതുപക്ഷ പാർട്ടികളെ, മലയാള മനോരമയുടെ പഴയ പത്രാധിപർ ഇങ്ങനെ പറഞ്ഞു, AK ആന്റണി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് അൻവറിനെ ഞങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നൽകാൻ ഇന്നലെ ഗോവിന്ദ മാഷക്ക് പോലും പറ്റിയില്ല. മാഷ് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർ അത് വിശ്വസിക്കുന്നു കരുതുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അൻവർ വന്നത്. ഇവര് തന്നെയല്ലേ പറയുന്ന അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണ്. നോക്കൂ അഭിലാഷ്, ഇവരെന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് പറയുന്നു, അതേ നാക്കുകൊണ്ട് അവർ പറയാണ് അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ലെന്ന്. അപ്പൊ ഇതൊക്കെ 8 വർഷമായിട്ടും ആ സംവിധാനത്തെ കുറിച്ചൊന്നും അറിയാതെയാണ് MLA ആയി തുടർന്നത്. അല്ല, അതിന്റെ അല്ല. അതായത് അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ്, ഗോവിന്ദ മാഷാണ്. എന്നിട്ട് അവര് പറയാ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ലാന്ന്. ഇത് ഒരു കാര്യം അഭിലാഷ് ആലോചിക്കണം. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ജില്ല തിരിച്ചിട്ട് നമ്മൾ ഈ പത്രങ്ങളുടെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്ന പോലെ പ്രസിദ്ധീകരിക്കരുത്. മലപ്പുറത്ത് ഒരു നയം, തൃശ്ശൂരിലെ നയം. ഞാൻ ഉദാഹരണം പറയാം. മലപ്പുറത്ത് DCC പ്രസിഡന്റാണ് TK ഹംസെ ഇവര് കൂടെ ചേർത്തു. അതിനുശേഷം യൂത്ത് ലീഗിന്റെ നേതാവായിരുന്ന KT ജലീലിനെ കൂടെ ചേർത്തു മലപ്പുറത്ത്. അതിനുശേഷം തൃശ്ശൂരിൽ എത്തിയപ്പോ എന്താണ്, കത്തോലിക്ക സഭയിലെ ലോനപ്പൻ നമ്പാടിനെ കൂടെ ചേർത്തു. എറണാകുളത്ത് എത്തിയപ്പോൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട സെബാസ്റ്റ്യൻ പോളിനെ കൂടെ ചേർത്തു. ചങ്ങനാശ്ശേരി തിരുവല്ല ഭാഗത്ത് എത്തിയപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ശോഭന ജോർജിനെയും അതുപോലെ അവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പീലിപ്പോസ് തോമസിനെയും കൂടെ ചേർത്തു. ഇങ്ങനെ വ്യത്യസ്തമായ നയങ്ങൾ, അടവ് നയം എന്ന് ഇവർ പറയാ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സൂത്രത്തിൽ ഓരോരുത്തരെ ജയിപ്പിച്ചിടുമ്പോ ഈ പാർട്ടി ആലോചിക്കണം, ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് സംവിധാനമോ പാരമ്പര്യം അറിയില്ല എന്ന്. അല്ലാണ്ട് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയരുത്. ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത്. ഈ ബ്രാഞ്ച് യോഗങ്ങളിൽ ഇവർക്ക് പറയാൻ എന്താ ഉള്ള? അൻവറിനെ എന്തിനു പുറത്താക്കിയെന്ന് ചോദിച്ചാൽ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത് പാർട്ടി യോഗങ്ങളിൽ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കില്ലേ? എന്തുകൊണ്ടാണ് അൻവറെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞത് കടുപ്പിച്ചു പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് പാർട്ടിക്ക് തോന്നിയ അത് കുറച്ച് കൂടിപ്പോയിന്ന്. അപ്പൊ പാർട്ടി അത് അഭ്യർത്ഥനയാക്കി മാറ്റി. ആ അഭ്യർത്ഥന അൻവർ ഉൾക്കൊണ്ടു എന്ന് വന്നപ്പോൾ ഈ CPMന്റെ ഇടതുപക്ഷ നിരീക്ഷകരായി വരുന്നവര് അവരെന്താ പറഞ്ഞതെന്നറിയാമോ? അൻവർ ഇന്ന് നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നു എന്നാ പറഞ്ഞത്, അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ്. ആ അൻവറിനെ 4 ദിവസം കഴിഞ്ഞ് അൻവറെ ആരോപണം കടുപ്പിച്ചപ്പോ തള്ളിപ്പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ CPMന്റെ ഇത്തരത്തിലുള്ള നയങ്ങളും പരിപാടികളും ഒക്കെ ഈ തുടർഭരണത്തിൽ അവർക്കുണ്ടായ ഗതികേടാണ്. 8 വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അന്ന് CPI കഠിനമായി ഈ മന്ത്രിസഭയെ വിമർശിച്ചു. മറ്റേ എന്താണ്, അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് 4 മന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചു. എന്നിട്ട് കേരയിൽ വിഷയം വന്നു. CPIയുടെ ഇരട്ടത്താപ്പ് ഞാൻ പറയാം. കേരയിൽ വിഷയം വന്നപ്പോ CPI എതിർത്തു. LDFന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു.
പക്ഷെ അതേ CPI അവരുടെ അസംബ്ലി ചേർന്നപ്പോഴേ MLA സുപാലിനെ കൊണ്ട് കേരളിനെ അനുകൂലമായിട്ട് പ്രസംഗിപ്പിച്ചു. നിയമസഭാ സമ്മേളനം വരാൻ പോവാണ്. ഈ അൻവർ വിഷയത്തില് ഇപ്പൊ ബിനോയ് വിശ്വം കടുപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അതുപോലെ CPIയുടെ ജില്ലാ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ്, അദ്ദേഹം നമ്മുടെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ഈ നിയമസഭാ സമ്മേളനം വരുമ്പോൾ അൻവർ വിഷയത്തിൽ CPI അൻവറിന് ഉന്നയിച്ച ആരോപണം ഉണ്ടല്ലോ, ADGPയുടെ കാര്യം, അതിന്റെ ഒപ്പം നിൽക്കുമോ എന്നറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നിയമസഭയിൽ UDF ADGP വിഷയം ഉന്നയിക്കുമ്പോൾ CPI കേരളയിൽ എടുത്ത പോലെ 2 വഞ്ചിയിലും കാല് വെക്കുന്ന നടപടി എടുക്കുമോ? ഇതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇടതുമുന്നണി ആണെങ്കിലും CPI ആണെങ്കിലും CPM ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തില് അവർക്ക് പ്രവർത്തകരോട് പറയാനോ അനുഭാവികളോട് വിശദീകരിക്കാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുടർ ഭരണത്തിൽ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില ചലനങ്ങളാണ്. ആ ചലനങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഈ അൻവറിന്റെ ഇപ്പോഴത്തെ കാണാൻ പറ്റൂ. പക്ഷേ അതാണ് അഡ്വക്കേറ്റ് ബലദേവ്, അവിടെയാണ്, അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചികിത്സയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ അണികളുണ്ടല്ലോ, അതാണല്ലോ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ബലം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒന്നാകെ ബലം എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഇന്നലെ MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തത് PV അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. കൈയും കാലും ഒക്കെ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കുറേ സഖാക്കളെയും നമ്മൾ കണ്ടതാണ്. ബിനോയ് വിശ്വം ഇന്ന് അതിനെ തള്ളിപ്പറയുന്നുണ്ട്. അങ്ങനെ കൈയും കാലും ഒന്നും വെട്ടുക എന്നതല്ല കമ്മ്യൂണിസം എന്ന്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ PV അൻവറിനെ പോലെ ഒരാൾ പറയുന്ന ആരോപണങ്ങൾ ഗൗരവതരം എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെയാണുള്ളത്. നേരത്തെ ശ്രീകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചു. അതേസമയം P ശശിക്കെതിരായ ആരോപണം അത്ര ഗൗരവതരമല്ല, അത് അൻവർ പറയുന്നത് പോലെയുള്ള ആളല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുകയോ മുഖ്യമന്ത്രി ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും PV അൻവർ പറയുന്നത് ശരിയല്ല, മറ്റെല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് സാധാരണക്കാരായ അണികൾക്ക് വിശ്വാസയോഗ്യമാകുന്നുണ്ടോ അഡ്വക്കേറ്റ് ബലദേവ്? ഇവിടെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. PV അൻവറിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ വളരെ ശക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാനുള്ള സമയം തരണം. അതായത് അൻവർ ഇവിടെ കുറെ ആരോപണങ്ങളുമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ആരോപണങ്ങളെല്ലാം തന്നെ മാമി തിരുവാതാന കേസ്, സുജിത് ദാസ് എന്ന് പറഞ്ഞ SP-ക്കെതിരെയുള്ള കേസ്, തൃശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് ADGP വന്നപ്പോൾ അത് തള്ളി പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ P ശശിക്കെതിരെയുള്ള ആരോപണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കാനായിട്ട് മുഖ്യമന്ത്രി തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട്. P ശശിയുടെ കാര്യം ചർച്ചയ്ക്കെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ അന്വേഷിക്കും, കാര്യം അദ്ദേഹം പാർട്ടി പ്രതിനിധിയാണെന്ന് MV ഗോവിന്ദൻ മാഷുവിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അൻവർ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു? അതാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന. ഏറ്റവും അവസാനമായിട്ട് PV അൻവർ പറഞ്ഞത് ADGP കൊണ്ടുവന്ന റിപ്പോർട്ട് തൃശൂർ പൂരവുമായിട്ടുള്ള റിപ്പോർട്ട് തള്ളിക്കളയണം, അത് കള്ളമാണ്. മുഖ്യമന്ത്രി അത് പരസ്യമായി തള്ളിക്കളഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. എന്തോ ദുരുദ്ദേശത്തോടുകൂടി PV അൻവർ നിലനിൽക്കുന്നു. ADGP പലപ്പോഴായി ചർച്ച ചെയ്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ആവർത്തിക്കാതിരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 4 അന്വേഷണമാണ് ഇപ്പോൾ ആ ADGP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞത് മുഖ്യമന്ത്രി ഇപ്പോൾ ഏകാധിപതിയായിട്ട് മാറിക്കുന്നു. നിങ്ങൾ തിരിച്ചൊരു കാര്യം ആലോചിച്ച് നോക്കൂ. VS അച്യുതാനന്ദൻ 2006-2011 മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അന്ന് ഈ മാധ്യമങ്ങളെല്ലാം പറഞ്ഞെന്താ, VS അച്യുതാനന്ദൻ അല്ല ഭരിക്കുന്നത്, AKG സെന്ററാണ് ഭരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും, ഞാൻ അന്ന് പല ചാനലിലും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. അന്ന് പറഞ്ഞെന്താ, VS അച്യുതാനന്ദൻ വെറുതെ ഇരിക്കുകയാണ്, AKG സെന്ററിൽ എന്ത് പറയുന്നു അത് ചെയ്യും. ഇത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്ത് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ അങ്ങനെ പറയും. ആ പറയുന്നതിനകത്ത് ഒരു പരിധിയിലേക്ക് തർക്കിക്കുന്നതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചില രീതിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള നയങ്ങളുണ്ട്. കോൺഗ്രസിന് കണക്കുള്ള രീതിയല്ല ഇടതുപക്ഷത്തിലുള്ള. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ കുറെ അധികം കാര്യങ്ങളുടെ പറഞ്ഞു. അദ്ദേഹത്തിനോട് എനിക്ക് നേരിട്ടൊരു ചോദ്യം, PV അൻവർ കുറെ അധികം കാര്യങ്ങൾ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കോൺഗ്രസും BJPയും അംഗീകരിക്കുന്നുണ്ടോ? അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, VD സതീശൻ നേരത്തെ പറഞ്ഞതാണ്, നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ്,
കണ്ടെയ്നറിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ കടത്തി. അത് പിന്നെ നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ട്, പുറത്തുന്നയിച്ചില്ല, അവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നു. അത് കോൺഗ്രസ്സുകാർ PV അൻവറിനെ അംഗീകരിക്കുന്നുണ്ടോ? ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു നിർത്തി എന്താ, ലാസ്റ്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു നിർത്തി എന്താ, രാത്രിയായി കഴിഞ്ഞാൽ പകൽ തമ്മിലടിക്കുകയും രാത്രിയിൽ UDF-ന്റെയും LDF-ന്റെയും നേതാക്കന്മാരെ ഒന്നാണ്, ചില BJP-ക്കാർ വന്നിട്ട് കൂട്ടു നിൽക്കുന്നു, അഴിമതി കാര്യത്തിൽ ഈ 3 പേരുടെ നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് PV അൻവർ പറഞ്ഞു. അത് ലാസ്റ്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയണം. പിന്നെ അതിന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, സോളാർ കേസിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ദേശീയ സംഘടനാ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇടപെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണം. PV അൻവർ ഞങ്ങളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, PV അൻവർ ഏറ്റവും അവസാനമാണ് പറഞ്ഞ ആരെയാ, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറയുന്നത് അവസാനത്തെ പത്രസമ്മേളനത്തിലാണ്. അതിനു മുമ്പ് പറഞ്ഞതിൽ കൂടുതലായിട്ടും കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ അഭിഹിത ബന്ധമുണ്ട്. കോൺഗ്രസിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ നിങ്ങളുടെ ദേശീയ സെക്രട്ടറിക്കെതിരെ, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ എല്ലാ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചു. ഇത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് അത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിയായിട്ടാണല്ലോ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയണം. അപ്പൊ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷ് പറഞ്ഞു, ഈ സ്വർണ്ണക്കടത്ത് കേസ് ആരാ അന്വേഷിക്കേണ്ടത്? സ്വർണ്ണം എവിടുന്നാ വരുന്നേ? സ്വർണ്ണം ഇവിടുന്ന് പ്രധാനമായിട്ട് സ്വർണ്ണം കൊണ്ട് ദുബായ് എയർപോർട്ടിൽ നിന്നാണ്. ഈ എയർപോർട്ടിൽ കയറുമ്പോൾ നമുക്കറിയാം, പ്ലെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അഭിലാഷം പോയിട്ടുണ്ട്, നമ്മൾ എവിടാ ചെക്ക് ചെയ്യുന്നത്? എവിടെ പ്ലെയിനിൽ കയറുന്നു, നമ്മുടെ ബാഗും നമ്മുടെ ശരീരവും എല്ലാം സ്കാൻ ചെയ്യുന്നത് പ്ലെയിനിൽ കയറുമ്പോൾ ആ എയർപോർട്ടിൽ. സംശയമുള്ളവരെ മാത്രമാണ് നമ്മൾ ഇറങ്ങുന്ന എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്നത്. ഇറങ്ങുന്നിടത്ത് ഞാനൊക്കെ ഫ്രീ ആയിട്ട് പോരാ, കാര്യം നമ്മുടെ ആയിരുന്നു ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഇല്ല, നമ്മൾ ഗ്രീൻ ചാനൽ വഴി പുറത്തു പോരും, അവിടെ ചെക്കിംഗ് ഇല്ല. അപ്പോൾ അഥവാ ചെക്ക് ചെയ്യണമെങ്കിൽ ആര് ചെക്ക് ചെയ്യണം? കസ്റ്റംസ് ചെക്ക് ചെയ്യണം. എയർപോർട്ട് അത് വെച്ച് ചെക്ക് ചെയ്യണം. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അവരിതിന് നേതൃത്വം കൊടുക്കണം. അപ്പം CISF, കസ്റ്റംസ്, എയർപോർട്ട് ഇതൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നത്. അവിടുന്നാണ് കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന ഈ സ്വർണം പുറത്തു കൊണ്ടുവരികയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അൻവർ തന്നെ വെളിപ്പെടുത്തി, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുക്കുന്നു, പുറത്തിട്ട് സ്വർണം പൊട്ടിക്കൽ എന്നാണ് ഒരു പേര് കൊടുക്കുന്നത്. പകുതി സ്വർണ്ണം ഇവർ അടിച്ചു മാറ്റുന്നു. അപ്പോൾ ഇത് ആരാ ഇതിന്റെ പ്രധാന കണ്ടിയാരാ? എയർപോർട്ടും കസ്റ്റംസും ഒന്നും കേരള ഗവൺമെന്റ് വീട്ടിൽ വരുന്നതല്ല. അപ്പോൾ ഇതിന് BJP-യുടെ നേതാക്കന്മാർ കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞത് അൻവർ തന്നെയാണ്. BJP-യുടെ നേതാക്കന്മാര് ഇതിനകത്ത് കൂട്ടു നിൽക്കുന്നു. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിന്റെ അധികാരത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ് പ്ലെയിനും എയർപോർട്ടും കസ്റ്റംസും CISF എല്ലാം. അപ്പൊ അവരെല്ലാം കടത്തിവിട്ടി സ്വർണ്ണം കൊടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് BJP-ക്കാരാണ്. അമിത്ഷായോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ കേന്ദ്ര വ്യോമയാന മന്ത്രിയൊക്കെയാണ് കസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നത്. അതിന് മറുപടി പറയുന്നത്. അപ്പൊ ഇതെല്ലാത്തിനകത്ത് അൻവർ പറഞ്ഞിട്ടാണ്. അൻവറിനെതിരെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അൻവർ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളണം. ഇടതുപക്ഷത്തിനെതിരെ, മുഖ്യമന്ത്രി നയനാർക്കെതിരെയും പിണറായി വിജയനെതിരെയും പറഞ്ഞത് മാത്രമല്ല ഉൾക്കൊള്ളേണ്ടത്. രാഹുൽ ഗാന്ധിക്കെതിരെ, BJP നേതാക്കന്മാർക്കെതിരെ അൻവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ശരി. പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ്, അവിടെ രാഷ്ട്രീയമായ ആരോപണങ്ങളും അന്വേഷണം ആവശ്യപ്പെടുന്ന ആരോപണങ്ങളും ഗൗരവമായ വിഷയങ്ങളും, ഇപ്പോൾ താങ്കൾ തന്നെ ഈ കണ്ടെയ്നറും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും അന്വേഷണത്തെ നേരിടാൻ ഭയമുള്ളതായി കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ബലദേവിനോട് ചോദിച്ചു. ശരി, എന്തായാലും ശ്രീകുമാർ സാർ ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി അല്ല പങ്കെടുക്കുന്നത്, എങ്കിലും അദ്ദേഹത്തിനോടുള്ള ചോദ്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വരാതിനു മുമ്പ് പറഞ്ഞോളൂ. ശരി, അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ സുധാകരൻ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ചോദിച്ചാണ് 8 വർഷമായിട്ട് CPM-ന്റെ സഹയാത്രികൻ എന്ന് പറഞ്ഞിട്ട് ആ CPM-ന്റെ ആ പാർട്ടിക്ക് അദ്ദേഹത്തിനെ അതിൽ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടനകൾക്ക് അതിന്റെ ഭാഗമാക്കുവാനോ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അതുപോലെ തന്നെ വയനാട് ജില്ലാ സെക്രട്ടറി വളരെ വ്യക്തമായി പോലീസിനെതിരെ ആക്ഷേപം പറഞ്ഞു. ആരെങ്കിലും അതിന് മറുപടി പറഞ്ഞോ? മറ്റൊന്ന്, PV അൻവർ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, അല്ലെങ്കിൽ PV അൻവർ ശരിയാണ് എന്ന് പറഞ്ഞ KT ജലീൽ, അത് CPM എന്താ ചെയ്യേണ്ടത്? KT ജലീലിനോട് വിശദീകരണം ചോദിക്കണം, അല്ലെങ്കിൽ KT ജലീലിനെ പാർലമെന്ററി പാർട്ടി രംഗത്ത് അതിന്റെ അംഗസ്ഥാനത്ത് നിന്ന് മാറ്റണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് CPM-ലെ പല നേതാക്കളും പറഞ്ഞില്ലേ. അപ്പൊ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വളരെ വ്യക്തമായി പല രീതിയിലുള്ള അവിശുദ്ധ അഴിമതി കൂട്ടുകെട്ടുകൾ അൻവർ ആയാലും ശരി CPM ആയാലും ശരി ഒരുമിച്ചും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അൻവറിനെ സംരക്ഷിച്ചു. അൻവർ സംരക്ഷിക്കപ്പെടാതെ വന്ന അവസരത്തിൽ അൻവർ CPM-നെ മുഖ്യമന്ത്രിക്കെതിരെയും പറഞ്ഞു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, P ശശിക്കെതിരെ ആരോപണം വന്നു.
ആരോപണം ഉന്നയിച്ചു. പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയുന്നതിന് മുമ്പേ ഈ പി ശശി എന്ന് പറയുന്ന ആളിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ആരോപണങ്ങൾ എല്ലാം തള്ളിക്കളയല്ലോ വേണ്ടത്. പി ശശിയുടെ ചരിത്രവും നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പൂർണ്ണമായും ഇതെല്ലാം ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന് ചെയ്തു. ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വിട്ടുവന്നപ്പോൾ പിന്നെ ബലദേവ് ജി ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയരുത്. കാര്യം അതിൽ ഏത് ജനാധിപത്യ പാർട്ടിയാണുള്ളത്? ഇപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടിയെ പറയൂ. NCP എത്ര കഷണമാണ്? ജനതാദൾ പോയല്ലോ. RJD താമസിക്കാതെ UDF-ലേക്ക് പോകും. അതിൽ ഏത് ജനാധിപത്യ പാർട്ടിയാണുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ ചർച്ച പറയാനുള്ളത്, CPI കഴിഞ്ഞ കാലങ്ങളിൽ കുറേയൊക്കെ നിലപാട് സ്വീകരിച്ച CPIക്ക് പോലും പ്രകാശ് ബാബു അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിനെതിരെ ഒരിക്കൽ പോലും അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPM ചെയ്തത്. ശ്രീകുമാർ സാർ, നമുക്ക് സമയപരിമിതിയുണ്ട്, എങ്കിലും താങ്കൾ മറുപടി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താങ്കളിലേക്ക് ഒരിക്കൽ കൂടി. അതായത് ശ്രീ ബൽദേവ് പറഞ്ഞത് ശരിയാണ്. കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഷ്ട്രീയമായിട്ട് എതിർ പാളയത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അൻവർ അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അൻവർ കോൺഗ്രസ്സുകാരനല്ലല്ലോ, അൻവർ ഇപ്പോഴും കോൺഗ്രസ് അല്ല. അപ്പൊ അൻവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അൻവർ വിശദീകരണം നൽകിയത് DNA കാര്യത്തിലാണ്. പൊളിറ്റിക്കൽ DNA എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അൻവർ തിരുത്തിയപ്പോൾ അതോടെ കഴിഞ്ഞു. പിന്നെ 150 കോടിയുടെ കാര്യം അൻവർ വീണ്ടും ഉന്നയിച്ച് പരാതി പറയുമ്പോഴല്ലേ അതിന് പ്രസക്തിയുള്ളൂ. രാഷ്ട്രീയമായ ആരോപണങ്ങൾ എപ്പോഴും ഉണ്ടാകാം. ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ പൊന്നാനിയിൽ ഇത്തവണ മത്സരിച്ചത് KS ഹംസയാണ്, മുസ്ലിം ലീഗിന്റെ. CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളുടെ പേര് KS ഹംസ എന്നാണ്. അദ്ദേഹം പിണറായി വിജയനെതിരെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ അക്കാലത്ത് തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഹംസ CPM-ന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു. അത് രാഷ്ട്രീയമായിട്ടൊക്കെ പ്രസംഗത്തിൽ അതൊക്കെ പറയാം. പക്ഷെ ഇവിടെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട്, മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നണിയുടെ സഭാ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം. രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസംഗിച്ചിട്ട് അവസാനം കാലുമാറുമ്പോ ആ പ്രസംഗം നമുക്ക് വിഴുങ്ങും. അതെല്ലാരും ചെയ്യേണ്ട പരിപാടി. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ മുന്നണി പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ അതേ പാർട്ടിയുടെ മുന്നണിയുടെ സഭാ നേതാവിനെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. അവിടെയാണ് പ്രസക്തി. മറ്റേതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളല്ലേ, അത് ആ കാലാകാലങ്ങൾ അതങ്ങ് മാറിപ്പോകും. അതിന് പ്രസക്തിയൊന്നുമില്ല. അൻവർ നാളെ തിരിച്ചു പറയുമല്ലോ. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ശ്രീ ആർ നീലകണ്ഠൻ, ഇവിടെ അൻവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്ന, അതായത് ഈ ഇസ്ലാം വിരുദ്ധത പോലെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം കുറച്ച് ഊന്നിപ്പറയുന്നുണ്ട്. അതിനിടെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തീപ്പന്തമായി വരുമെന്ന് പറയുന്നു, വേണ്ടി വന്നാൽ ഒരു പാർട്ടി രൂപീകരിക്കുമെന്ന തരത്തിലൊക്കെയാണ് പരാമർശിച്ചത്. പക്ഷേ ഒരു ലീഗ് ചായ്വോ അല്ലെങ്കിൽ അവിടേക്കുള്ള ഒരു എൻട്രിയോ അതൊക്കെ ആയിരിക്കുമോ അൻവർ പ്രതീക്ഷിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന കോൺഗ്രസ് ഒടുവിൽ ഇതേ അൻവറെ തന്നെ ആ പാളയത്തിലേക്ക്, കോൺഗ്രസിൻ്റെ കുപ്പായത്തിലല്ല എങ്കിൽ പോലും UDF-ന്റെ കുപ്പായത്തിലൊക്കെ കാണേണ്ടി വരുമോ നമുക്ക് അൻവറെ? അതിനുള്ള സാധ്യതയുണ്ടോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അത് പ്രധാനമായും PV അൻവറിന്റെ പത്രസമ്മേളനം, ആദ്യത്തെ പത്രസമ്മേളനം കൈരളി ചാനൽ ലൈവായി റിപ്പോർട്ട് ചെയ്തു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി അറിയുന്നത് നല്ലതാണ്. P ശശിക്കെതിരായി ആരോപണം പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി ആണ് അത് പറയേണ്ടത്. പാർട്ടി നിയോഗിച്ച ആളാണ് P ശശി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്ന് P ശശിക്കെതിരായി പറഞ്ഞ ആരോപണത്തിന് പാർട്ടി സെക്രട്ടറി ഒരു അക്ഷരം പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറിയുടെ കമന്റ് നേരത്തെ പറഞ്ഞതായിരുന്നു, ഇതിൽ ഗൗരവതരമായ വിഷയങ്ങളുണ്ട് എന്ന്. മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് പാർട്ടി സെക്രട്ടറി P ശശിക്ക്, പാർട്ടി നിയോഗിച്ച ആളാണ്, മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് പാർട്ടി. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ പാർട്ടി തന്നെയാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും മറ്റാര് സെക്രട്ടറി ആയിരിക്കുമ്പോഴും അവർ തന്നെയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അതിൽ വിമർശിച്ചിട്ട് കാര്യമില്ല, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. പക്ഷെ ഇപ്പോൾ അത് മാറി. ആ മാറിയ കാര്യമാണ് അൻവറിന് അറിയാതിരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം. ഈ കടന്നൽ കൂട് ഉണ്ടാക്കിയല്ലോ അൻവർ. ആ കടന്നൽ കൂടിന്റെ തലവനായിരുന്നത്, എനിക്കെതിരെ അടക്കമുള്ള ആരോപണം ഉന്നയിച്ച അൻവറിന്റെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഹെഡായിരുന്ന ആരാണ് എന്നുകൂടി ഒന്ന് ഓർത്താൽ നല്ലതാ. P മോഹനന്റെ മകനാണ്. ലതിക മുൻ MLA ലതികയുടെ മകനാണ്. എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം മുഴുവൻ നടത്താൻ ഇവിടെ കൂട്ടുനിന്ന അദ്ദേഹമാണ്. ഇനി അൻവർ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായം അൻവർ UDF-ലേക്ക് അൻവറിന് പ്രവേശനം കൊടുക്കരുത് എന്നാണ്. അതിന് എൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. അല്ലെങ്കിൽ DNA-യുടെ കാര്യമൊന്നുമല്ല, DNA മുഖ്യമന്ത്രി അംഗീകരിച്ചതാ. പ്രശ്നം അതല്ല. ഈ അൻവർ ചെയ്ത തെറ്റുകൾ
ഇപ്പൊ നേരത്തെ പറഞ്ഞ തടയണയായാലും മറ്റു കാര്യങ്ങളായാലും. ശരി. അല്ലാണ്ട് വെറും DNA പ്രശ്നത്തിലല്ല, അല്ലെങ്കിൽ സതീശനെതിരെ ആരോപണം ഉന്നയിച്ചതല്ല, അതിലൊന്നും ഞാൻ ഗൗരവമായിട്ട് കാണുന്നില്ല. അൻവർ അല്ലാതെ ചെയ്ത തെറ്റുകൾ തിരുത്തണമെന്ന് എപ്പോഴെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുമോ, UDF ആവശ്യപ്പെടുമോ എന്ന ചോദ്യം UDF-നോടും എനിക്കുണ്ട്. ശരി. ഇപ്പൊ UDF-ന്റെ ഭാഗം നിൽക്കുമോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ. KM മാണിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തി CPM. കുറച്ച് കഴിഞ്ഞപ്പോൾ മാണിയുടെ മകൻ CPM-ന്റെ സഹയാത്രികനായി. ബാലകൃഷ്ണപിള്ളയുടെ കാര്യവും മകനും ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇപ്പൊ മാണിയുടെ പാർട്ടി ഇപ്പൊ LDF-ന്റെ കൂടെയാണ്. അതെ. കോഴമാണി എന്ന് വിളിച്ച മാണിക്ക് മാണി കോഴ വാങ്ങിയോ എന്ന് ഇന്ന് ചോദിച്ചാൽ CPM നേതാക്കന്മാർക്ക് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റില്ല. ശരി ശരി. മാണി കോഴ വാങ്ങിയെന്ന് പറഞ്ഞ ആളുകൾക്ക് എവിടെയെങ്കിലും മാണി കോഴ വാങ്ങിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പ്രശ്നം അതല്ല, അതൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ്, ഞാൻ അതിനെക്കുറിച്ചും പറയുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായ വിഷയം UDF അൻവറിനോട് എന്ത് സമീപനം എടുക്കുന്നു. അദ്ദേഹം സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കും, എന്ത് വേണി ചെയ്യട്ടെ, അത് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞ കേരളത്തിന് ഹൈക്കോടതി അടക്കം പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട തെറ്റുകൾ തിരുത്താൻ അൻവർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അൻവറിന്റെ മുമ്പിൽ. എന്തായാലും ചോദ്യങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ബലദേവിനടക്കം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നറിയാം. അത് പറയേണ്ടിയും വരും. കാരണം അൻവർ തന്നെ പറഞ്ഞു, ഞാൻ കേരളം മുഴുവൻ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുമെന്ന്. ആ പ്രസംഗം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. നാളെ 6:30-ക്കാണ് അദ്ദേഹം പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം CPI-യുടെ പരാതിയുണ്ട് തൃശ്ശൂർ പൂരത്തിൽ. അത് സുരേഷ് ഗോപിക്കെതിരെയാണ്. ഒരുപക്ഷെ ശ്രീ പാലോട് സന്തോഷിന് അതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നതനുസരിച്ച് ഇനിയും പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്ന് ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത് പുതിയ പാർട്ടി രൂപീകരണത്തിന് അൻവറിന് പിന്തുണ ലഭിക്കുമോ എന്നുള്ളതാണ്. 34,000-ലധികം പേരാണ് ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുള്ളത്. 56% പ്രേക്ഷകർ അതെ എന്ന് അഭിപ്രായപ്പെടുന്നത് എന്തായാലും അത്ഭുതകരമാണ്. ഇല്ല എന്ന് പിന്തുണച്ച് അങ്ങനെ ഒരു പിന്തുണ ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് 39% പ്രേക്ഷകരാണ്. 5% പ്രേക്ഷകർക്ക് അഭിപ്രായമൊന്നുമില്ല. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.